ആദ്യമായി ഈ പ്രദക്ഷിണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ച് ഈ പുണ്യ ഭൂമിയിലെത്തിക്കാനും അതോടൊപ്പം തന്നെ ഈ അൾത്തറയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പനും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായിരുന്ന കാരണമെന്ന് പറയണത്, ഞാനൊരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോയതായിരുന്നു. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. ഈ തിരക്ക് കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ ഇറങ്ങിയിട്ട് ഇവിടെ കയറി ഭയങ്കര തിരക്ക് കാരണം കയറി അങ്ങോട്ട് തിരിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. കോട്ടപ്പുറം രൂപതയിൽ കുറ്റിക്കാട് എന്ന ദേശത്ത് സെൻറ്റ് ആൻ്റണീസ് ലാറ്റിൻ ചർച്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അങ്ങനെ ഞാൻ അന്ന് വന്ന് ഇവിടെ ഒന്ന് പോയി, രണ്ടാമതും വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. മൂന്നാമത് ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വേറെ 3-4 പേരുണ്ടായിരുന്നു. ഞാൻ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ തിരികെ പോയി. അവർ ഉടമ്പടി ജീവിതം തുടരുന്നുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം 4-ാം പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി അമ്മ എന്നെ വീണ്ടും വരുത്തിച്ചത് ഉടമ്പടി എടുക്കാൻ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. 10/3/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി ഇന്നും തുടർച്ചയായി പുതുക്കി തന്നെ ഞാൻ പോരുന്നുണ്ട്. എൻ്റെ ജീവിതം അവസാനിക്കുന്ന കാലം വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി എനിക്ക് അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ സൊസൈറ്റി ഉണ്ട്. ഞാനതിലൊരു മെമ്പറാണ്. ആ മെമ്പറായിരുന്ന സമയത്ത് അവിടെ ഇലക്ഷൻ വന്നപ്പം പേര് കൊടുത്തിരുന്നെങ്കിലും ഇത്രയധികം ആൾക്കാർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരു 6 പേരുടെ സീറ്റിന് 18 പേര് മത്സരരംഗത്തുണ്ട്. എന്നെയാണെങ്കിൽ ആരും തന്നെ വ്യക്തമായിട്ട് അറിയില്ല. ആകെയുള്ളൊരു ധൈര്യം എന്ന് പറയണത് പരിശുദ്ധമ്മയുടെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്നൊരു ധൈര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ധൈര്യം പിന്നെ വല്ലാണ്ട് എന്താ പറയുക, ഒരു പ്രത്യേക എനർജി എനിക്ക് തന്നിരുന്നു. അപ്പോൾ ആരോടൊന്നും പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്നിരുന്നാലും എന്നെ അറിയുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല. ഞാൻ പേര് പിൻവലിക്കാൻ പോകാമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാമനിർദ്ദേശ പത്രിക കിട്ടി. അപ്പോൾ അതിൽ ആദ്യത്തെ പേര് എൻ്റെ ആയിരുന്നു. 18 പേരുണ്ട്. പക്ഷേ എൻ്റെ പേരിൽ തന്നെ വേറൊരു അപരനും കൂടി അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും ആൻ്റണി എന്ന് തന്നെയാണ്. അദ്ദേഹമാണെങ്കിൽ എന്നെല്ലാം ഹയർ റേഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതും ഉള്ളിലൊരു പേടിയായി. പക്ഷേ ഞാൻ നാമനിർദ്ദേശ പത്രിക കിട്ടിയ ഉടനെ തന്നെ അമ്മയുടെ പ്രാർത്ഥന പുസ്തകത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി കുരിശ് വരച്ച് ഉപ്പും ചേർത്ത് അപ്പോൾ പ്രാർത്ഥന പുസ്തകത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അമ്മയോട് ഒന്നേ പറഞ്ഞോളൂ, അമ്മയുടെ ഹൃദയം എന്താണോ അതെനിക്ക് നിറവേറ്റി തരണം, എന്നെ നിരാശനാക്കരുതെന്നും കൂടി ഞാൻ പറഞ്ഞു. കാരണം ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് എന്നെ പറയിപ്പിക്കാൻ കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനിയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ 18-ാം തീയതി ആയിരുന്നു സൊസൈറ്റി ഇലക്ഷൻ വെച്ചിരുന്നതെങ്കിലും അതിനുള്ളിൽ 15-ാം തീയതി തന്നെ നിയമസഭ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് ഒരു പറ്റം ആൾക്കാർ പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞു, തിരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കും, കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നടത്താൻ പാടില്ലെന്ന നിയമമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരും തന്നെ ഒന്നും പ്രവർത്തിച്ചില്ല. ഒരു ഭാഗത്തിനൊന്നിനും ഞാൻ എങ്ങും പോയുമില്ല. പക്ഷെ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാമെന്ന് മാത്രം. പക്ഷേ ഞാൻ എന്നാലും പുതുമുഖ അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. 6,000-ത്തിലധികം മെമ്പർമാരുള്ള ഒരു സർവീസ് സൊസൈറ്റിയാണത്. അപ്പോൾ ആകെ വിഷമമായി. മത്സരത്തിൻ്റെ അന്ന് ബൂത്തിൻ്റെ ഫ്രണ്ടിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ എനിക്ക് അപ്പോഴും തോന്നുന്നില്ല. എൻ്റെ എനിക്കെന്തോ ആ സമയത്ത് പെട്ടെന്നൊരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആദ്യത്തെ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പിന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു. അങ്ങനെ പിന്നെ ഏതോ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വേറൊന്നും ചെയ്യുന്നില്ല, വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇത് തന്നെ എൻ്റെ പണി. എല്ലാവരും കാണുമ്പോൾ ഒന്ന് ചിരിക്കും. അങ്ങനെ മാത്രം ചെയ്തു. അങ്ങനെ നടന്നു. ഇലക്ഷൻ കഴിഞ്ഞു. ഡിക്ലറേഷൻ വന്നു വോട്ടെണ്ണൽ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ വീണ്ടും മാതാവിനെ ഇരുത്താതെ വിളിച്ചു, മാതാവേ എന്നെ നാണം കെടുത്തരുത്, നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാണല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ എല്ലാ ഈശോയുടെ കൃപയും പരിശുദ്ധമ്മയുടെ കൃപ കൊണ്ട് അപേക്ഷയിൽ ഉപേക്ഷിക്കാത്ത എൻ്റെ പൊന്നമ്മ എന്നെ നല്ല വോട്ടിൻ്റെ ശതമാനം നൽകി എന്നെ വിജയിപ്പിച്ചു. 18 പേരിൽ 3-ാം സ്ഥാനത്ത് എത്താൻ എനിക്ക് കഴിഞ്ഞു. അത് അമ്മയുടെയും ഈശോയുടെയും ഒരു പ്രത്യേക കൃപ കൊണ്ട് മാത്രമാണെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കവിടെ വിജയം ഉണ്ടായിരുന്നത്.
ആ വിജയത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ വീട്ടിലുള്ളവരും മറ്റുള്ളവരും എല്ലാവർക്കും ആകെ വിഷമത്തിലായിരുന്നു. കാരണം എന്നോട് നിൽക്കരുണ്ടായിരുന്ന പിൻവലിക്കുന്നവരെ പറഞ്ഞതാണ് എല്ലാവരും. ലാസ്റ്റ് പിന്നെ അപ്പോഴും എൻ്റെ സഹോദരങ്ങളിൽ 2-3 പേര് പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല, കാരണം നീ അമ്മയുടെ അടുത്ത് ഉടുമ്പെടുത്തേക്കണ ആളല്ലേ, പിന്നെ എന്തിനു പിൻവലിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ നല്ലൊരു വിജയം തന്നതിനായിരുന്നു നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എന്നെ വല്ലാതെ അലട്ടുന്ന, മാനസികമായി ഞാൻ തളർന്നു പോകുന്നൊരവസ്ഥയിലുള്ള കാര്യമായിരുന്നു. എൻ്റെ മൂക്കിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു. ഭയങ്കര സ്മെല്ലാണത്. കാരണം എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി തുടങ്ങി. കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള വിഷമമുണ്ട്. മറ്റുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പം എനിക്ക് മീറ്റിങ്ങിൽ ഞാൻ ഒന്നെനിക്ക് ഏറ്റവും ബാക്കിൽ പോയിരിക്കും. ഏറ്റവും ബാക്കിൽ പോയിരുന്നാലും എനിക്ക് തോന്നും മണം വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് സ്വയം തോന്നും. അങ്ങനെ ഞാൻ എന്നിട്ട് അമ്മയോട് വിശ്വസ്മരണയിൽ പ്രാർത്ഥിക്കും. ഡോക്ടർമാർ കുറേ കണ്ടു. അവർ പലരും തരുന്ന മരുന്നുകളെല്ലാം കഴിച്ചു. അവർക്ക് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കുറേ ടെസ്റ്റുകൾ നടത്തി. പക്ഷേ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും നേരം വെളുത്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നിട്ടത്തെ പരിശുദ്ധമ്മയുടെ തൈലം കുരിശ് വരച്ച് വിശ്വാസപ്രമാണത്തിൽ കുരിശ് വരച്ചിട്ട് പുറത്തിറങ്ങാറുള്ളൂ. അപ്പോഴെനിക്ക് വിശ്വാസമുണ്ട് അമ്മ എനിക്കിത് മാറ്റിത്തരുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ വളരെയധികം വിഷമിച്ചിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ നീ എന്നെ കൈവിടോ, എനിക്ക് ഈ മണമൊന്നും മാറ്റി തരില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം എഴുന്നേറ്റപ്പം പിന്നെ മൂക്കിനോട് ഒലിപ്പ് കാണുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ മൂക്കിൽ ഒലിപ്പ് തീരെ നിന്നു. ഇതും എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക്. കാരണം ഡോക്ടർമാർ പോലും തോറ്റെടുത്താണ് അമ്മ എന്നെ ഈ രോഗത്തിൽ നിന്ന് മോചിതനാക്കി തന്നത്. അതിനും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ നിയോഗം വെച്ചിരിക്കുന്നതെല്ലാം തന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ ആരെല്ലാം പ്രാർത്ഥന സഹായനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു 80% നിയോഗങ്ങളും അമ്മയും ഈശോയും സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അവരുടെ സാക്ഷ്യം പറയാൻ സാധിക്കില്ല. അതിൽ 1-2 പേര് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം തരുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ അവിടെ എന്നെ കഴിയുന്ന രൂപത്തിലെല്ലാം മുൻപ് ഞാൻ ചെയ്തിരുന്നതാണ്. എന്നാലും അവിടെ ഒരു മെൻ്റലി റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ എനിക്ക് എല്ലാ മാസവും എനിക്ക് പെൻഷൻ കിട്ടുന്ന സമയം എനിക്ക് പറ്റുന്ന വിധത്തിലുള്ളൊരു തുക കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമൊക്കെ പൊതികൾ കെട്ടി വീട്ടിൽ നിന്ന് തന്നേക്കും. അത് കൊണ്ടുപോയിട്ട് എല്ലാം അവിടുത്തെ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ട് കൊടുക്കും. ആര് എൻ്റെ അടുത്ത് വന്ന് എന്ത് സഹായം അഭ്യർത്ഥിച്ചാലും എനിക്ക് സാധിക്കാത്തതാണെങ്കിൽ, കാരണം എനിക്കും സാമ്പത്തികം അങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നൊരു വ്യക്തിയല്ല, അതുകൊണ്ട് എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ആ സങ്കടത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞാൻ ശരിക്കും ഇവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടുപോകും. ചിലപ്പം 6-7 കെട്ടൊക്കെ മേടിച്ചു കൊണ്ടുപോകും. അവിടെ ഉടമ്പടി എടുത്ത ആൾക്കാരെ, കാരണം തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും അതിരപ്പള്ളി മേഖലയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ബസ്സൊക്കെ കുറവാണ്, പിന്നെ കാടുമാണ്. അതിൻ്റെ പേരിൽ വൈകിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആനശ്ശേരിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരാനും അവർക്ക് പറ്റാറില്ല. ബസ്സിൻ്റെ ദൗർലഭ്യമുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് ഞാനിവിടുന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് ഉടമ്പടി എടുത്തവർക്കൊക്കെ അവരുടെ ഉടമ്പടി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കും പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പത്രം കൊണ്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഞാനിവിടെ വരും. എല്ലാ മാസവും വന്നിട്ട് ഇതുവരെ മുടങ്ങാതെ ഒട്ടുമുക്ക മാസം വരും. എനിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ സഹോദരനും ഉടമ്പടിയിലാണ്. അദ്ദേഹം വന്നിട്ട് പത്രം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിതുവരെ മുടക്കം വരുത്താതെ എല്ലാവരോടും വിശ്വാസപ്രമാണത്തിൽ പ്രാർത്ഥിച്ച് ഇത് നിങ്ങൾ വായിച്ച് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് എന്തെങ്കിലും നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അമ്മ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞ് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ഒരിക്കലും പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ വീടുകളിൽ തന്നെ കൊണ്ടുപോയി എത്തിക്കാറാണ് പതിവ്. കഴിവതും വീടുകളിലോ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ പേട്ടയിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ. അവരും വളരെ താല്പര്യത്തോടുകൂടി തന്നെ, ആരും എന്നോട് ഇത്രയും കാലത്തിനിടയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതിന് അമ്മോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മോട് പറഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. എല്ലാ പത്രത്തിന്മേൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കുരിശ് വരച്ചിട്ടേ പോവുള്ളൂ. പക്ഷേ അതെല്ലാം മാതാവ് എത്രയോ വേഗം തന്നെ തീർത്ത് എല്ലാം ചെയ്യാനുള്ള മനസ്സും എനിക്ക് തരുന്നുണ്ട്, അതിനുള്ള ആരോഗ്യം തരുന്നുണ്ട്. പരീക്ഷണങ്ങൾ ഇഷ്ടം പോലെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും പരീക്ഷണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ശാരീരികമായിട്ടായാലും എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരിക്കലും അമ്മയെ തള്ളിപ്പറയാനോ ഈശോപ്പനെ തള്ളിപ്പറയാനോ എൻ്റെ മനസ്സിന് അനുവദിച്ചിട്ടില്ല.
കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്, എന്തെങ്കിലും എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ യേശു എനിക്ക് എൻ്റെ വഴികൾ തെളിയിച്ച് തരുമെന്നുള്ള വിശ്വാസം എന്നും എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നിത്യത വരെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്ര കാലം വയ്ക്കുന്ന അത്രയും വരെ ഉടമ്പടിയിൽ സത്യസന്ധമായി പാലിച്ചു പോകണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിലത്തെ കപ്പ്യാരാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകേണ്ടി വരും. അപ്പോൾ പള്ളിയിൽ മുടങ്ങാതെ പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ വേദപാഠം ഡിപ്പാർട്ട്മെൻറ്റ് അച്ഛനാണ്, കൈക്കാരാണ്. അങ്ങനെ എല്ലാം ആത്മീയമായി വളരാനായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ള മക്കളെ നല്ല വഴി കൊണ്ടുവരാൻ വേണ്ടി ഞാനത് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് വളരാനുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സ് എനിക്ക് എപ്പോഴും കൂടി വരുന്നുണ്ട്. ബൈബിൾ വായിക്കാനായാലും പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ട്. ഒരിക്കലും ഒരു മടി തോന്നുന്നില്ല. തോന്നാൽ തന്നെ ആരോഗ്യക്കുറവ് കൊണ്ടുള്ളൊരു മടി വന്നാൽ തന്നെ പറയും എനിക്ക് ആരോഗ്യം തായോ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സായോ എന്ന് ആ മാതാവിനോട് പറയും. അപ്പോൾ മാതാവ് എനിക്ക് അപ്പം തന്നെ അതിനുള്ള ആരോഗ്യം തരും, ഇപ്പം ചെയ്യാനുള്ള മനസ്സും തരാറുണ്ട്. എൻ്റെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ആ വിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നുണ്ട്. എനിക്കും നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് പരീക്ഷണങ്ങൾ കുറേ ദൈവം തരും, കുറേ വേദനകൾ തരും. പക്ഷെ നമ്മൾ നിരാശരാവേണ്ട. നമ്മുടെ യാചനകളും നിരാഗ്രഹങ്ങളെല്ലാം എപ്പോഴെങ്കിലും അമ്മ ഈശോയെ നിറവേറ്റി തരും. ഉടമ്പടിയിലാണല്ലോ ഒന്നൊരു ബോധ്യം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്ന കഴിഞ്ഞ ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ. ഇനിയും അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് തരുമെന്ന് ഉറപ്പായ വിശ്വാസത്താൽ 1000 നന്ദി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷിയോടെ നിർത്തുകയാണ്. താങ്ക് യു. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനമാണ്. നമ്മുടെ ഒപ്പമുള്ളൊരു ദൈവമാണ്, ദൂരെയല്ലാത്ത ഒരു ദൈവം. രക്ഷിക്കാൻ കഴിവുള്ള രക്ഷകനായ ഒരു യോദ്ധാവാണ് നമ്മുടെ കൂടെയുള്ളത്. നിരാശയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വാഗ്ദാനമാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ നാം ഓരോ മക്കളും ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളുടെയും നിരാശകളുടെയും നിമിഷങ്ങളിൽ നമുക്ക് ധൈര്യം നൽകുന്ന, ഒരു വിജയം നൽകുന്ന ഒരു യോദ്ധാവിൻ്റെ അനുഭവങ്ങളാണ് ഉടമ്പടി മക്കൾ ഓരോരുത്തരും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ആൻ്റണി എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും കർത്താവിൻ്റെ പരിപാലനയും വിജയം നൽകുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു വലിയ ഒരു ദൈവാനുഭവമാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തിയത്. അതായത് സഹോദരൻ പല പ്രാവശ്യവും കൃപാസനത്തിൽ വന്നു. ആദ്യം വന്നു, രണ്ടാമത് വന്നു, മൂന്നാമത് വന്ന് മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. പിന്നീട് 4-ാമത് വന്നപ്പോഴാണ് സഹോദരന് ഉടമ്പടി എടുക്കാനായിട്ട് സ്വയം തീരുമാനിക്കുകയും അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം ഭക്തിയോടെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സൊസൈറ്റിയിൽ ഇലക്ഷൻ വരികയും അവിടെ 18 പേരിൽ ഒരാളായിട്ട് നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് നോമിനേഷൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഈശോയുടെ അമ്മയുടെ അരികിൽ വെച്ച് കൃപാസന ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൻ പറയുന്നു, 18 പേരിൽ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, നല്ല മെറിറ്റുള്ളവരാണ്. ഇതൊരു പുതു വ്യക്തിയാണ്, ആൾക്കാരെ അധികം വ്യക്തിപരമായിട്ട് നല്ല അറിവില്ല. എങ്കിലും മറ്റു കുറച്ച് പേരുടെ പ്രോത്സാഹന പ്രകാരം പിന്നെ ഉടമ്പടി എടുത്തു എന്നുള്ള ഒരു വലിയ ഉറപ്പിന്മേൽ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് 18 പേരിൽ 3-ാം സ്ഥാനം നൽകി ഈശോയും അമ്മയും വിജയിപ്പിച്ച് ഇന്നൊരു ബോർഡ് മെമ്പറായിട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സൊസൈറ്റിയിൽ ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്തെന്നാണ് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകനെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ നമ്മൾ വിലപ്പെട്ടവരായതുകൊണ്ടാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 4-ാം വചനം പറയുന്നത്, നീ എനിക്ക് വിലപ്പെട്ടവൻ എന്നാണ്. നമ്മൾ ആയതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈശോയും അമ്മയും നമ്മെ ഈ ആലയത്തിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യവും. 2 വർഷത്തോളം ഉണ്ടായിരുന്ന മൂക്കിൽ നിന്നോട് വരുന്ന പഴുപ്പ്, അത് പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടൊന്നും പ്രയോജനമുണ്ടായില്ല. സ്വയം തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു ദിവസങ്ങളായിരുന്നു.
മാനസികമായിട്ട് തളർത്തുന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെയാണ് ഈ സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 9-ാം വചനം പറയുന്നത്, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കുന്ന എന്തും ലഭിക്കുവാൻ ഉള്ള ഒരു വിശ്വാസമാണ് വിശ്വസിക്കുക, പ്രത്യാശയോടെ വിശ്വസിക്കുക എന്നാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആൻ്റണിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.